യൂത്ത് കോൺഗ്രസുകാർ ഉൾപ്പെട്ട MDMA കേസ് അട്ടിമറിക്കാൻ നീക്കം. വൻതോതിൽ MDMA കടത്തിയ കേസിൽ പ്രത്യേക അന്വേഷണ സംഘമില്ല. നിലവിൽ പിടികൂടിയ 4 പ്രതികളിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ സാധ്യത. MDMA കടത്തുന്നതിനിടെ പ്രതികൾ പോലീസ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ചത് മുഖ്യമന്ത്രി VD സതീശനുമായുള്ള ബന്ധം. മുഖ്യമന്ത്രി VD സതീശന്റെ വിശ്വസ്തനും സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുമായ ഹുസൈൻ അടക്കം 4 പേർ പ്രതികളായ കേസിൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല. വാണിജ്യാടിസ്ഥാനത്തിലുള്ള അളവിൽ MDMA കണ്ടെത്തിയ കേസിലെ പ്രതികൾക്ക് ലഹരി കടത്തുമായി സംസ്ഥാന ബന്ധമുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടും അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. MDMAയുടെ ഉറവിടം, കാരിയർമാരുടെ വിവരം, പ്രതികളുടെ സാമ്പത്തിക സ്രോതസ്, സാമ്പത്തിക ഇടപാടുകൾ, എത്ര കാലമായി MDMA മൊത്തവ്യാപാരം നടത്തുന്നു, രാഷ്ട്രീയ ബന്ധം, എങ്ങനെ മയക്കുമരുന്ന് കച്ചവടത്തിന് ഉപയോഗിച്ചു, ഇടനിലക്കാർ ആരൊക്കെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ ചന്ദേര CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രതികളുടെ ഉന്നത ബന്ധങ്ങളും അന്വേഷണ പരിധിയിലില്ല. അതേസമയം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സീഷർ മഹസർ സാക്ഷികളായതിലും ദുരൂഹതയുണ്ട്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേരാണ് സാക്ഷികളായി ഒപ്പുവെച്ചത്. MDMAയുമായി പ്രതികൾ പിടിയിലാകുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ കൃത്യം അവിടെ എത്തിയെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കോടതിയിൽ ഇവർ കൂറുമാറിയാൽ അത് കേസിനെ ബാധിക്കും. MDMA കടത്തുന്നതിന് ഉന്നത രാഷ്ട്രീയ ബന്ധം പ്രതികൾ ഉപയോഗിച്ചതായി വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് 500 ഗ്രാം MDMAയുമായി വരുമ്പോൾ എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ പോലീസ് വാഹന പരിശോധനയ്ക്ക് ശ്രമിച്ചിരുന്നു. ഇവിടെയെല്ലാം പരിശോധനയില്ലാതെ രക്ഷപ്പെടാൻ പ്രതികൾ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്നാണ് വിവരം. ഒടുവിൽ കാസർഗോഡ് കാലിക്കടവിൽ വെച്ച് പരിശോധനയിൽ പിടിയിലാവുകയായിരുന്നു. പിടിയിലായ ശേഷവും ഹുസൈൻ അടക്കമുള്ളവർ പോലീസിനോട് ഉന്നത രാഷ്ട്രീയ ബന്ധം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നുവെന്നാണ് വിവരം. കൈരളി ന്യൂസ്, കാസർഗോഡ്.